ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ ദിനം. 10 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം, ഈശോ ആത്മാവിനെ നമുക്ക് നൽകുന്ന ദിവസം, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദിവസം. ശക്തമായ അമ്മ 10 ദിവസവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം സഹോദരിയുടെ ഓർമ്മ ദിനമാണ്. പുത്തഞ്ചിറയിലെ വിശുദ്ധ മറിയം ത്രേസ്യായുടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനമുണ്ടായാൽ, അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വരദാന ഫലങ്ങളാൽ നിറയുമെന്ന്. അങ്ങനെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഈ മറിയം ത്രേസ്യ പുണ്യവതിയുടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വിശുദ്ധരിലും പരിശുദ്ധാരൂപിയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് ഏകദേശം നിറഞ്ഞവരായിരിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവർക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് സ്നേഹത്തിൻ്റെ വരം, ശുശ്രൂഷയുടെ വരം, അതുപോലെ മറ്റുള്ളവരെ നോക്കി സഹതപിക്കാനുള്ള വരം. അതിനേക്കാൾ ഉപരിയായിട്ടിപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വരം നടക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് നാം ഓർക്കണം. ഒറ്റയ്ക്ക് ഈശോയുടെ ഇഷ്ടം ചുറ്റുപാടുമുള്ള മക്കളിലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. വിശുദ്ധ മറിയം ത്രേസ്യായുടെ ജീവചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്തുമാത്രം ആത്മാവിൻ്റെ നിറവുള്ളവരായിരുന്നു ഇവർ എന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ ദർശനവരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വരങ്ങൾ ഈശോ നമുക്ക് നൽകുന്നു. അങ്ങനെയുള്ളൊരു വരങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വരം തന്നെയാണ് ദർശനവരം. പക്ഷേ ഈ ദർശനവരം കിട്ടിയാൽ അത് വ്യാഖ്യാനിക്കാൻ ആളുണ്ടാകണം. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരും ആത്മീയ സമ്പത്ത് കൊണ്ട് നിറയുക പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. വിശുദ്ധ മറിയം ത്രേസ്യാമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാൽ പല വരങ്ങളും നൽകും. അതിലൊരു പ്രധാനപ്പെട്ട വരമാണ് ശുദ്ധീകരാത്മാക്കളോടുള്ള സ്നേഹം. ശുദ്ധീകരാത്മാക്കളോട് ഭയങ്കര സ്നേഹവും കരുണയുമായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യാക്ക് എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ മറിയം ത്രേസ്യാമ്മ പലപ്പോഴും ശുദ്ധീകരാത്മാക്കളെ നേരിട്ട് കണ്ടിരുന്നു. അവർ വിശുദ്ധയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ ഇന്ന ആളാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ, കുർബാന അർപ്പിക്കുമോ എന്നൊക്കെ ആവശ്യപ്പെടുന്ന, അവരെ കാണാനും അവരെ കേൾക്കാനുമുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഒരിക്കൽ മാതാവ് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് മോക്ഷം കാണിച്ചു കൊടുത്തു, അതായത് സ്വർഗം കാണിച്ചു കൊടുത്തു എന്ന്. അങ്ങനെ സ്വർഗം കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കെടാത്ത തീനരകാഗ്നിയിലേക്ക് ഈ മകളെ കൊണ്ടുപോയി. അതുപോലെ മറിയം ത്രേസ്യാമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറിയം ത്രേസ്യാമ്മയുടെ റൂമിലേക്ക് ഈ ശുദ്ധീകരാത്മാക്കൾ വരുന്നതും അവർക്ക് വേണ്ടി എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് തക്ക മറുപടികൾ നൽകാനായിട്ട് പ്രിയ കൂട്ടുകാരെ, നമുക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു നിറഞ്ഞാൽ നമ്മൾ വരങ്ങളെ കൊണ്ടും ഫലങ്ങളെ കൊണ്ടും ഒക്കെ നിറയും. ഈ പെന്തക്കുസ്ത ദിനത്തിൽ നമുക്ക്
എല്ലാ ഫലങ്ങളും കിട്ടണമേ, എല്ലാ വരങ്ങളും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഈ ശുദ്ധീകരാത്മാക്കളെയൊക്കെ കാണാനുള്ള തിരിച്ചറിവ് കിട്ടുന്നത്. ഒരിക്കൽ പരിശുദ്ധ അമ്മ മോക്ഷം കാണിച്ചു കൊടുക്കാൻ മറിയം ത്രേസ്യാമ്മയെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആ മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ മറിയം ത്രേസ്യ കുറേ മനുഷ്യർ തീയിലും ഗന്ധകവും ഇട്ട് പുകച്ചാലെന്ന പോലെ നിലച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നമുക്കും ഇതുപോലെ ദർശനങ്ങൾ കാണാനുള്ള ഭാഗ്യം നൽകും. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ അടുത്ത് ഒരാത്മാവ് വന്ന് പറഞ്ഞു അത്രേ, എനിക്ക് വേണ്ടി കുറച്ച് കുർബാനകൾ അർപ്പിക്കുമോ? എൻ്റെ വീട്ടിലുള്ളവരോട് എൻ്റെ സ്ഥിതി ഒന്ന് പറഞ്ഞ് അവരും നല്ലവരായി തീരട്ടെ എന്ന്. ശുദ്ധീകരാത്മാക്കളെ ഇതുപോലെ നേരിട്ട് കണ്ട് അവരുടെ ദുഃഖങ്ങൾ അറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇത് ഒരു വലിയ വരമാണ് പരിശുദ്ധാത്മാവിൻ്റെ. ആത്മാവിൻ്റെ വരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നത് തന്നെയാണ്. ഈശോയ്ക്ക് വേണ്ടി പാപികളെ നേടിയെടുക്കുന്ന ഏതെല്ലാം വരങ്ങളുണ്ടോ ആ വരങ്ങളെയെല്ലാം നമ്മളിൽ വന്ന് നിറയാൻ നമ്മൾ പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കണം. ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ ദിനമാണല്ലോ, വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെയും തിരുനാൾ. നമുക്ക് നമ്മുടെ സഹോദരിയായ, നമ്മുടെ ചേച്ചിയായ വിശുദ്ധ മറിയം ത്രേസ്യയോട് ഇന്ന് പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടദാസികളിൽ ഒരുവളാണല്ലോ വിശുദ്ധ മറിയം ത്രേസ്യ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഔസേപ്പിതാവിനുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു മറിയം ത്രേസ്യയെ. കാരണം ദൈവത്തിൻ്റെ വിളിക്ക് ആമേൻ എന്ന് പറഞ്ഞവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഈശോയുടെ ഇഷ്ടമാണ് നടത്തിയത്. സ്വയം ശൂന്യമായിട്ട് കർത്താവ് എന്ത് പറയുന്നു അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ വരങ്ങളെ കൊണ്ടൊക്കെ ഇതുപോലെ നിറഞ്ഞത്. മാതാവിനെയൊക്കെ നേരിട്ട് കാണുകയാണ്, അല്ലാതെ ദർശനത്തിലൊന്നുമല്ല, നേരിട്ട് പരിശുദ്ധ അമ്മയെ കാണുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് അവളെ ജപമാല പഠിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ മാതാവ് ഒരു ദിവസം വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തത്, 12 വയസ്സിൽ ഇവളുടെ അമ്മ മരിച്ചു, എപ്പോഴും ഇവൾ എന്നോട് പറയും എനിക്ക് അമ്മയില്ല, അമ്മയായിരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവളെ എൻ്റെ മോളായിട്ട് കരുതിയിരിക്കുക എന്ന്. അതുപോലെ മറ്റൊരു വരമാണ് ഞാൻ പറഞ്ഞല്ലോ, നരകവും സ്വർഗവും ഒക്കെ ദർശനം കാണുക, ദർശന വരമാണിത്. മാതാവ് അങ്ങനെ ഒരിക്കൽ ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തീ നിറഞ്ഞൊരു കുഴി, വലിയ കുഴി, അതിൽ അനേക ആത്മാക്കൾ കിടന്ന് മറയുന്നത് കണ്ടു. ആ സമയത്ത് മറിയം ത്രേസ്യാമ്മയ്ക്ക് വലിയ പൊള്ളലും ചൂടും ഒക്കെ അനുഭവപ്പെട്ടു. മറിയം ത്രേസ്യാമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള മറ്റൊരു വരമാണ് സഹിക്കാനുള്ള വരം. തീയിൽ കിടന്ന് വെന്തുരുകുന്ന ആത്മാക്കളെ നോക്കിയിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ഇത് കാണുന്നില്ലേ? ഇവരുടെ ഈ വേദന ഓർക്കുമ്പോൾ നിൻ്റെ വേദന എത്ര നിസ്സാരമാണെന്നറിയുമോ? അതുകൊണ്ട് നീ ഈ ആത്മാക്കളെ സഹായിക്കാൻ ജീവിതത്തിലെ ക്ലേശങ്ങൾ
സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുമോ എന്ന് എനിക്കറിയണമെന്ന്. അപ്പോൾ മറിയം ത്രേസ്യാമ്മ അതിന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം സ്വർഗത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അതായത് ഭൂമിയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ആത്മാക്കളെ രക്ഷിക്കാം എന്ന്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിച്ചവർക്ക് ഇങ്ങനെ സഹനമേറ്റെടുത്ത് മറ്റുള്ളവരെ പാപപരിഹാരം ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരിക്കൽ ഇടവകയിൽ മരിച്ച ഒരാൾ വിശുദ്ധ ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അത്രേ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന്. അപ്പോൾ ത്രേസ്യ ചോദിച്ചു, ആരാണിതെന്ന്. ആത്മാവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്യുകയും വേണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി വീണ്ടും ഈ ആത്മാവ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അവധി കുറഞ്ഞ് രക്ഷപ്പെടുന്നതിന് കുറേ കുർബാന ചൊല്ലിക്കുന്നതിനും കൊടുക്കൽ വാങ്ങലുകളുടെ കണക്ക് നോക്കി കൊടുക്കാനുള്ള സംഖ്യ വേഗം കൊടുത്തു തീർക്കുന്നതിനും എൻ്റെ അപ്പനോടും അമ്മയോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ശുദ്ധീകരാത്മാക്കൾ വന്ന് ഈ ലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതൊരു വലിയ വരമാണ്. അതുപോലെ പരിശുദ്ധ അമ്മ സ്വന്തം റൂമിൽ വരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഈശോനാഥൻ റൂമിൽ വന്ന് കുർബാന ചൊല്ലുന്നു. അതുപോലെ തന്നെ വലിയ സഹനങ്ങൾ ജീവിതത്തിൽ നൽകുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ പെന്തക്കുസ്താ തിരുനാൾ ദിവസത്തിൽ നമുക്ക് നമ്മുടെ സഹോദരിയെ ഓർക്കാം. അതുപോലെ ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനുള്ള വലിയ വരം പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മറിയം ത്രേസ്യയുടേതുപോലെ സ്വർഗത്തിനോട് എല്ലാ കാര്യത്തിലും അതേ എന്ന് പറയുവാൻ നമുക്കിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.